ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ TIME ടൈം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്രേസസ് ആൻഡ് സെന്റൻസസ് ആണ് അവതരിപ്പിച്ചത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ വീഡിയോയിൽ ടൈം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റു ചില പ്രയോഗങ്ങളും ശൈലികളും നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. എപ്പോഴും അവനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് നിർത്താമോ? എപ്പോഴും, അതായത് എല്ലായ്പ്പോഴും അവനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് നിർത്താമോ? Can you stop criticizing him all the time? Can you stop criticizing him all the time? Criticize എന്ന് പറഞ്ഞാൽ കുറ്റം പറയുക. ഓക്കെ, അപ്പോൾ can you stop criticizing him? അവനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് നിർത്താമോ? Can you stop? All the time, എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എപ്പോഴും. ഓൾ ദ ടൈമിന് പകരം നമുക്ക് ഓൾവേസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ക്യാൻ യു സ്റ്റോപ്പ് ക്രിട്ടിസൈസ് ഓൾവേസ്. ഈ സെന്റൻസിൽ ക്യാൻ യുവിന് പകരം കാൺട്ട് യു യൂസ് ചെയ്യുകയാണെങ്കിൽ അവനെ എപ്പോഴും കുറ്റം പറയുന്നത് നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ എന്നാകും. അപ്പൊ നേരത്തെ നിർത്താമോ എന്ന് ചോദിച്ചു, ഇവിടെ കാൺട്ട് യു എന്ന് ചോദിക്കുമ്പോൾ നിർത്തിക്കൂടെ എന്ന മീനിങ് ആണ് വരിക. കുട്ടികൾക്ക് നല്ല വിശപ്പായതിനാൽ ഡിന്നർ തീർക്കാൻ അവർ ഒട്ടും സമയമെടുത്തില്ല. കുട്ടികൾക്ക് നല്ല വിശപ്പുള്ളതിനാൽ ഡിന്നർ തീർക്കാൻ അവർ ഒട്ടും സമയമെടുത്തില്ല. The kids were so hungry that they took no time to finish their dinner. The kids were so hungry, അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു, that they took no time to finish their dinner. ഇവിടെ ടൈം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. took no time, അല്ലെങ്കിൽ took പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് ആണെങ്കിൽ take no time. ഇനിയിപ്പോ കുട്ടികൾക്ക് ഒട്ടും വിശപ്പില്ലാത്തതിനാൽ അവർ ഡിന്നർ കഴിക്കാൻ കുറെ സമയം എടുത്തു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ അതിന്റെ ഒരു വേരിയേഷൻ നോക്കാം. Kids were not hungry, so they took a long time to finish their dinner. നേരത്തെ അവർ ഭയങ്കര വിശപ്പിലായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് നോട്ട് ഹംഗ്രി, അവർക്ക് വിശപ്പുണ്ടായിരുന്നില്ല. സോ അതിനാൽ they took a long time, അവർ കുറെ സമയമെടുത്തു, finish their dinner, അവരുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ തീർക്കാൻ ലോങ് ടൈം എടുത്തു, കുറെ നേരമെടുത്തു. ഇവിടെ നമുക്ക് ലോങ് എന്ന വാക്ക് ഉപയോഗിക്കാതെയും പറയാം. സോ they took time to finish their സമയം എടുത്തു, took time. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് വല്ലതും കഴിച്ചു വരാൻ സമയമുണ്ടോ? മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് വല്ലതും കഴിച്ചു വരാൻ സമയമുണ്ടോ? Do we have time for a quick bite before the meeting begins? Before the meeting starts. Do we have time for a quick bite before the meeting begins? അല്ലെങ്കിൽ before the meeting. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്വിക്ക് ബൈറ്റ് എന്നതിന്റെ മീനിങ് ചെറിയ ഭക്ഷണം, അതായത് ഒരു കടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ക്വിക്ക് ബൈറ്റ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക എന്നാണ്. മലയാളത്തിൽ നമ്മൾ ചായയും കടിയും എന്ന് പറയുന്ന പോലെ ചെറിയ ഭക്ഷണം എന്ന മീനിങ്ങും ഈ വാക്കിനുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈം എന്ന വാക്കിന്റെ യൂസേജ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡു വി ഹാവ് ടൈം, സമയമുണ്ടോ, നമുക്ക് സമയമുണ്ടോ എന്നാണ്. ഈ ക്വിക്ക് ബൈറ്റ് എന്ന പോലെ തന്നെ വേറൊരു യൂസേജ് ആണ് ഗ്രാബ് എ ബൈറ്റ് എന്ന് പറഞ്ഞാലും വേഗം നമ്മൾ എന്തെങ്കിലും ചെറുതായി ഒന്ന് കഴിക്കുക എന്ന മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, let us grab a bite before the meeting. Let us grab a bite. ഗ്രാബ് എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. തട്ടിപ്പറിക്കുക, പിടിച്ചു പറിക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഗ്രാബ് എ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം പെട്ടെന്ന് പോയി ചെറു കടി കഴിക്കുക എന്നതാണ്. ഈ എക്സ്പ്രഷൻസും യൂസേജസും എല്ലാം തന്നെ കാഷ്വൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഫോമൽ ആയിട്ടൊരു മീറ്റിംഗിൽ നമ്മൾ മാനേജറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്തോ ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ഗ്രാബ് എ ബൈറ്റ് അങ്ങനെയൊന്നും പറയരുത്. ലെറ്റ് us ഗോ ഫോർ ലഞ്ച് അല്ലെങ്കിൽ ലെറ്റ് us ഗോ ഹാവ് സംതിങ് ടു ഈറ്റ്, അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ. സമയം തികയാതെ പോയതിനാൽ അവസാനത്തെ ചോദ്യം മുഴുമിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സമയം തികയാതെ പോയതിനാൽ അല്ലെങ്കിൽ സമയം തികയാതെ വന്നതിനാൽ അവസാനത്തെ ചോദ്യം മുഴുമിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. She couldn't finish the last question as she ran out of time. She couldn't finish the last question
as she ran out of time. Run out of time അല്ലെങ്കിൽ past tenseലാണെങ്കിൽ ran out of time എന്ന് പറഞ്ഞാൽ സമയം തികയാതെ വരിക അല്ലെങ്കിൽ സമയക്കുറവുണ്ടാവുക. അതിനെയാണ് നമ്മൾ റൺ ഔട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത്. എല്ലാവരും ലോഗ് ഔട്ട് ചെയ്യൂ പ്ലീസ്. നിങ്ങളുടെ സമയം കഴിഞ്ഞു. എല്ലാവരും ലോഗ് ഔട്ട് ചെയ്യൂ പ്ലീസ്. നിങ്ങളുടെ സമയം കഴിഞ്ഞു. എവ്രി വൺ പ്ലീസ് ലോഗ് ഔട്ട്. യുവർ ടൈംസ് അപ്പ്. എവ്രി വൺ പ്ലീസ് ലോഗ് ഔട്ട്. യുവർ ടൈംസ് അപ്പ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈം എക്സ്പ്രഷൻ ടൈം ഈസ് അപ്പ്, അതായത് ടൈംസ് അപ്പ് എന്നാണ്. അതായത് സമയം കഴിഞ്ഞു. ഒരു സമയം കഴിഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ല എന്ന് വ്യക്തമായി. ഒരു സമയം കഴിഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ല എന്ന് വ്യക്തമായി. After a time, it became clear that nobody was interested. After a time, it became clear that nobody was interested. It became clear. അത് വ്യക്തമായി വന്നു. That nobody was interested. ആർക്കും അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല എന്ന്. ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മൾ സിംഗപ്പൂരിലായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മൾ സിംഗപ്പൂരിലായിരിക്കും. Just think, this time next week we'll be in Singapore. Just think, this time next week we'll be in Singapore. This time next week, അടുത്ത ആഴ്ച ഈ സമയത്ത്, this time we'll be in Singapore. നമ്മൾ സിംഗപ്പൂരിലായിരിക്കും. Just think, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ പാടുപെട്ടു. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ പാടുപെട്ടു. I had a hard time answering her questions. I had a hard time answering her questions. ഇവിടെ നമ്മൾ ഹാർഡ് ടൈം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പാടുപെട്ടു എന്നതിനെയാണ് നമ്മൾ ഹാർഡ് ടൈം എന്ന് പറയുന്നത്. ഈ ഹാർഡ് ടൈം എന്നതിന് പകരം ടഫ് ടൈം അങ്ങനെയും പറയാം. I had a tough time answering her questions. കുറെ കാലത്തിനിടെ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണിയായിരുന്നു അത്. കുറെ കാലത്തിനിടെ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണിയായിരുന്നു അത്. That was the best biryani I've had for a long time. That was the best biryani I have had for a long time. For a long time, കുറെ കാലത്തിന് ഇടെ അല്ലെങ്കിൽ നീണ്ട കാലത്തിനിടെ എന്ന മീനിങ് ആണ്. ഇവിടെ നമുക്ക് ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്നതിന് പകരം ഇൻ എ ലോങ് ടൈം അങ്ങനെയും പറയാം. ദാറ്റ് വാസ് ദ ബെസ്റ്റ് ബിരിയാണി ഐ ഹവ് ഹാഡ് ഇൻ എ ലോങ് ടൈം. എക്കാലത്തെയും ഏറ്റവും വലിയ പാട്ടുകാരിയായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. എക്കാലത്തെയും ഏറ്റവും വലിയ പാട്ടുകാരിയായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. ഷീ ഈസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് സിംഗർ ഓഫ് ഓൾ ടൈം. ഷീ ഈസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് സിംഗർ ഓഫ് ഓൾ ടൈം. ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞാൽ എക്കാലത്തെയും. ഗ്രേറ്റസ്റ്റ് സിംഗർ, ഏറ്റവും വലിയ പാട്ടുകാരി. ഈസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് സിംഗർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാട്ട് പാടുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് സിംഗർ എന്ന് പറയുന്നത്. SINGER. അതിനെ സിംഗർ എന്ന് പറയരുത്, സിംഗർ. സിംഗർ ഇത് ആണായാലും പെണ്ണായാലും സിംഗർ എന്നത് കോമൺ ആണ്. ഓക്കെ, അപ്പോ പാട്ട് പാടുന്ന ആൾ ആണാണെങ്കിൽ മെയിൽ സിംഗർ, അതേപോലെ പെണ്ണാണെങ്കിൽ ഫീമെയിൽ സിംഗർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോ സിംഗർ അല്ല സിംഗർ. എനിക്ക് ശരിക്കും പിയാനോ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. എനിക്ക് ശരിക്കും പിയാനോ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. I really wish to learn the piano, but don't have the time. I really wish. എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് to learn the piano. പിയാനോ പഠിക്കുവാൻ. To learn the piano എന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുന്നതിനെ വളരെ ഫോമൽ ആയിട്ട് പറയണമെങ്കിൽ അല്ലെങ്കിൽ എഴുതണമെങ്കിൽ to learn how to play the piano. അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ to learn the piano is fine. പക്ഷേ don't have the time, അതായത് I don't have the time. ഐ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഫ്ലോയിൽ പറയുമ്പോൾ നമുക്ക് ഐ ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈം എക്സ്പ്രഷൻ ഹാവ് ദ ടൈം ആണ്. അതായത് എനിക്ക് സമയം ഉണ്ട് അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ദ ടൈം, എനിക്ക് സമയം ഇല്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ്